ഹലോ വെൽക്കം ബാക്ക് ഓഫ് ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ് ഓഫ് എ പ്ലസ് അക്കാദമി. നമ്മുടെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലെ അവസാനം നമ്മൾ പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കഥ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കൊരു പാമ്പ് ചുറ്റി വരികയും എന്നിട്ട് ആ പാമ്പ് അദ്ദേഹത്തെ വേർപ്പെടാതെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അവസ്ഥകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാനൊരു ഫൂളിഷായ ഡോക്ടറാണ് എന്ന് അദ്ദേഹം അനുമാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ഭാഗം അവസാനിപ്പിച്ചത്. ഇനി അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കുക, ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. ദൈവം എന്താണ് എന്ന് അപ്രീഷിയേറ്റഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അതായത് അദ്ദേഹം ഞാനൊരു ഫൂളിഷായ ഡോക്ടറാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല എന്നിങ്ങനെ പറഞ്ഞിട്ടൊരു വഷളായിട്ടുള്ള രീതിയിലൊന്ന് ചിരിച്ചു എന്നാണ് അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. എന്താ കാരണം? ദ സ്നേക്ക് ടാൻഡ് ഇറ്റ്സ് ഹെഡ്, അല്ലേ? സ്നേക്ക് എന്ത് ചെയ്തു, അതിൻ്റെ തല തിരിച്ചു. ഇറ്റ് ലുക്ക് ഇൻ ടു എ മിറർ, എന്നിൽ നിന്ന് തല തിരിച്ചിട്ട് മിററിലേക്ക് അത് നോക്കി. ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ, അതതിൻ്റെ റിഫ്ലക്ഷനെ ആ കണ്ണാടിയിൽ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനൊരു ഫൂളിഷായ ഡോക്ടറാണ് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. പറഞ്ഞപ്പോൾ ദൈവം അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. എനിക്കത് തോന്നാനുള്ള കാരണം പാമ്പ് എന്നിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പാമ്പ് എന്നിൽ നിന്ന് മാറിയിട്ട് കണ്ണാടിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറയാണ്, ഐ ഡോണ്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് അവർ ലുക്ക് ഇൻ ടു എ മിറർ. ഞാൻ അവകാശപ്പെടുന്നില്ല ഇതാണ് ആദ്യമായിട്ട് കണ്ണാടിയിലേക്ക് നോക്കുന്ന ഒരു പാമ്പ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. വേറെയും പാമ്പുകളുണ്ടാകാം. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. കണ്ണാടിയിലേക്ക് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, അല്ലേ? അതതിൻ്റെ സൗന്ദര്യത്തെ ഇങ്ങനെ ആരാധിക്കുകയാണോ, ആസ്വദിക്കുകയാണോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നി. മാത്രമല്ല, വാസ് ഇറ്റ് ട്രൈയിങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോവിങ് എ മസ്റ്റാഷ്, അല്ലേ? ഇനി അതിങ്ങനെ ചിന്തിക്കുകയാണോ എന്തിനെ പറ്റിയിട്ട്, എനിക്കിനിയൊരു മീശ ഉണ്ടാക്കണം, അതുപോലത്തെ മീശ വളർത്തണം. ഓർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കറ ഓൺ വെയറിങ് എ വേർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്, അല്ലേ? അതിൻ്റെ അതിൻ്റെ ഹെഡിലായിട്ട് ഒരു സിന്ദൂരം, അതുപോലെ തന്നെ ഐ ഷാഡോ, മസ്കറ എന്നൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ഇനി സൗന്ദര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കണമെന്ന് ചിന്തിക്കുകയാണോ ആ സ്നേക്ക്? അതായത് നമ്മുടെ ഡോക്ടർ അതിനു മുമ്പ് അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട്. അതുപോലെ സ്നേക്കും അതുപോലുള്ള ഡിസിഷൻസുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇദ്ദേഹം കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തതാണ്. അതുപോലെ നമ്മളെ സ്നേക്കും എടുക്കാൻ തീരുമാനിച്ചോ എന്നെനിക്ക് അതങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ വീണ്ടും പറയാണ്, ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ. കൂടുതലൊന്നും അറിയില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്, അല്ലേ? നമ്മുടെ പാമ്പ്, വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ, അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയില്ല. ഐ വിൽ നെവർ നോ, മാത്രമല്ല എനിക്കൊന്നും അറിയില്ല. ഫോർ ദ സ്നേക്ക് അൺവോൺ ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിറ്റഡ് ഇൻ ടു മൈ ലാപ്പ്. എനിക്കാകെ അറിയാം നമ്മുടെ പാമ്പ് എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്നിങ്ങനെ സാവധാനം പിടിവിട്ടു. ആൻഡ് സ്ലിറ്റേൺ ടു മൈ ലാപ്പ്, എൻ്റെ ലാപ്പിലേക്ക്, എൻ്റെ മടിയിലേക്ക് അതിങ്ങനെ ഇഴഞ്ഞു പോയി. ഫ്രം ദെയർ ഇറ്റ് ക്രപ്റ്റ് ഇൻ ടു ദ ടേബിൾ, അവിടെ നിന്ന് അതെന്ത് ചെയ്തു, ടേബിളിലേക്ക് കയറി. ആൻഡ് മൂവ് ടുവാർഡ്സ് ദ മിറർ, എന്ത് ചെയ്തു, മിററിലേക്ക്, കണ്ണാടീൻ്റെ അടുത്തേക്ക് അത് ചെന്നു. പെർഹാപ്സ് ഇറ്റ് വാണ്ട് ടു എൻജോയ് ഇറ്റ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടർ, അല്ലേ? അടുത്ത് നിന്ന്, കണ്ണാടിയുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ അതെന്ത് ചെയ്തിരിക്കും, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി പോയതായിരിക്കും. കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കി അതിന് മുമ്പ്, പക്ഷേ ഇപ്പോൾ കണ്ണാടിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ എ ഗ്രാനൈറ്റ്, അല്ലേ? ഇപ്പം ഞാൻ ഗ്രാനൈറ്റിൽ തീർത്തൊരു ഒരു ഇമേജ് അല്ല,
ഇപ്പോൾ ഡോക്ടർ അതിന് മുമ്പ് എന്താ പറഞ്ഞിരുന്നത്, ഞാനിപ്പോൾ എന്താണ് ഒരു കല്ലായി മാറിയിട്ടുണ്ട് പാമ്പ് അടുത്ത് നിന്നപ്പോൾ. ഇപ്പം അങ്ങനെയല്ല. കാരണം എന്താ, ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് എന്താണ് പാമ്പ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തല്ല, ഇപ്പോൾ ഒരു ഇമേജൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്തു, ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ്. പെട്ടെന്ന് ഞാനൊരു മനുഷ്യനായി മാറി. ആൻഡ് ബ്ലഡിലെ ഒരു ഇറച്ചിയും മാംസവുമുള്ള ഒരു മനുഷ്യനായിട്ട്, രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ മാറി. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രീത്ത് ഐ കോട്ട് അപ്പ്. എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ എണീറ്റു ഫ്രം ദ ചെയർ. എൻ്റെ കസേരയിൽ നിന്ന് ഞാൻ എണീറ്റു. ഐ ക്വയറ്റ്ലി വെൻറ്റ് ഔട്ട് ത്രൂ ദ ഡോർ. ഞാൻ സാവധാനം എന്താണ് വളരെ പിന്നെ ശാന്തമായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡോർ അവിടെ തുറന്ന് വെച്ചിരിക്കുകയാണ്. ആ ഡോറിലൂടെ ഞാൻ പുറത്തേക്ക് വരാന്തയിലേക്ക് വന്നു. ഫ്രം ദർ, അവിടെ നിന്ന് ഐ ലെഫ്റ്റ്. ഞാൻ എന്ത് ചെയ്തു, ചാടി ഇൻ ടു ദ യാർഡ്. ലീപ്പിൻ്റെ പാസ്റ്റാണ് ലെഫ്റ്റ്. ഞാൻ ചാടി എവിടേക്ക്, ഇൻ ടു ദ യാർഡ്, മുറ്റത്തേക്ക് ചാടി. ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. ഇന്ന് വരെ ആരും ഓടാത്ത രീതിയിൽ ഞാൻ അവിടെ നിന്നും ഒരൊറ്റ ഓട്ടം കൊടുത്തു. ഈച്ച് ഓഫ് ആസ് ഹീവ്ഡ് എ സൈ ഓഫ് റിലീഫ്. ഞങ്ങളിൽ നിന്ന് എല്ലാവരും. ഇതിപ്പോഴാണ് ഇത് എന്താ സംഭവം, ഈ ഡോക്ടർ ഈ കഥ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ കഥ പറഞ്ഞ് ഈ കഥ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങനെ നെടുവീർപ്പിട്ടു. ഓൾ ഓഫ് ആസ് ലൈറ്റ് ബീഡീസ്. ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും ഒരു ബീഡി കത്തിച്ചു. സംബഡി ആസ്ക്. ചിലർ എന്നോട് ചോദിച്ചു, ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? നിങ്ങളുടെ ഭാര്യ നല്ല തടിയുണ്ടോ എന്ന് ചിലർ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞിരുന്നു എൻ്റെ ഭാര്യ നല്ല തടിയുണ്ടാകണം, എൻ്റെ പിന്നാലെ ഓടിയാലും അവൾ എത്തരുത്, അത്രയും തടിയുള്ളൊരു പെണ്ണായിരിക്കണം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിറ്റർമിനേഷൻ കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാമ്പ് വന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ പാമ്പ് വന്ന കഥ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യണത്, ഇവർ ഇപ്പോൾ ഉള്ള സംഭവം കേട്ടോ, പറഞ്ഞു കഴിഞ്ഞു. ആ കഥ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഈ ഒരു ഇവൻറ്റ്സ് ഇവിടെ നടക്കുന്നത്. നോ, ദ ഡോക്ടർ സെഡ്. ഡോക്ടർ പറഞ്ഞു, അല്ല, എൻ്റെ ഭാര്യ തടിയൊന്നുമില്ല. ഗോഡ് വിൽ അതർവൈസ്. ദൈവം മറ്റു രീതിയിലാണ് വിധിച്ചത്. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് റീഡി പേഴ്സൺ വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻഡർ. എൻ്റെ ഭാര്യ ഒരു ചെറിയ തിന്നായിട്ടുള്ള ചെറിയ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ഒരു സ്ത്രീയാണ്. മാത്രമല്ല നല്ല ഒരു ഓട്ടക്കാരനെ പോലെയുള്ള, നല്ല ഓടാനൊക്കെ കഴിയുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഡോക്ടർ പറഞ്ഞു. someone asked else asked. ചിലവർ വീണ്ടും ചോദിച്ചു, ഡോക്ടർ, when you ran did the snake follow you? നിങ്ങൾ ഓടിയപ്പോൾ ആ സ്നേക്ക് നിങ്ങളുടെ കൂടെ ഓടിയിരുന്നോ എന്ന് ചിലർ ചോദിച്ചു. അപ്പം ഇദ്ദേഹം ഇപ്പോൾ ഈ കഥ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഥ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ കൂടിയിരിക്കുന്ന കഥ പറയുന്നതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ദ ഡോക്ടർ റീപ്ലൈഡ്. ഡോക്ടർ അതിന് മറുപടി പറഞ്ഞു, ഐ റാൻ till I reached a friend's house. ഞാൻ ഓടി, എൻ്റെ പിറകിൽ പാമ്പുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഐ റാൻ. ഞാൻ നല്ലോണം ഓടി നമ്മൾ പറയില്ലേ, ഓടി ടിൽ ഐ റീച്ച്ഡ് എ ഫ്രണ്ട്സ് ഹൗസ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തി. ഇമ്മീഡിയറ്റ്ലി സ്മെൽഡ് ഓയിൽ. ഞാൻ എന്ത് ചെയ്തു, വേഗം എണ്ണ പുരട്ടി. ആൻഡ് all over myself and took a bath. ഞാൻ പെട്ടെന്ന് ചെന്നിട്ടൊന്ന് കുളിച്ചു. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. പാമ്പ് പിറകിലുണ്ടോയെന്നൊന്നും ഞാൻ നോക്കില്ല. പെട്ടെന്ന് ചെന്നിട്ട് എന്ത് ചെയ്തു, കുളിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം അറ്റ് അബൌട്ട് 8:30 ഒരു 8:30 ആകുന്ന സമയത്ത് ഐ ടുക്ക് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരനെയും ആൻഡ് 1 or 2 others, 2-3 ആളുകളെ, മറ്റുള്ള ആളുകളെയും എൻ്റെ കൂട്ടിയിട്ട് ടു മൈ റൂം ടു മൂവ് മൈ തിങ്സ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റൂമിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ട്? ടു മൂവ് മൈ തിങ്സ്. അദ്ദേഹത്തിൻ്റെ കുറേ വസ്ത്രങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതെടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഫ്രം ദർ, അവിടെ നിന്ന്. ബട്ട് എന്നാൽ
വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് കുറച്ച് കാര്യങ്ങളെ ഞങ്ങൾക്ക് അവിടുന്ന് എടുക്കാനുണ്ടായിരുന്നു. കാരണം എന്താ, സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. അല്ലേ, എൻ്റെ കാര്യങ്ങളിൽ, എൻ്റെ വസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങളിൽ അധിക സാധനങ്ങൾ എന്തായിരുന്നു, ഏതോ ഒരു കള്ളന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. റൂം എന്തായിരുന്നു, വളരെ ക്ലീൻ ആയിരുന്നു. അതായത് ഒക്കെ ആരോ കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ബട്ട് നോട്ട് റിയലി. മാത്രമല്ല, ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് ഫൈനൽ ഇൻസൾട്ട്. അല്ലേ, ഒരു ഇൻസൾട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആ കള്ളൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ചെറിയ സാധനം വെച്ച് പോയിട്ടുമുണ്ട്. അതായത് അതെനിക്കൊരു ഇൻസൾട്ടായിട്ടാണ് തോന്നിയത്. അതായത് എനിക്ക് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ, അദ്ദേഹത്തിന് അത് മോശമായിട്ട് തോന്നാനുള്ള കാരണം എന്താണ് ആ സാധനം അറിയോ? വാട്ട് വാസ് ദാറ്റ് ഐ ആസ്ക്ഡ്. അല്ലേ, ബഷീർ ചോദിക്കുകയാണ് എന്താണ് ആ സാധനം എന്ന് ചോദിച്ചു. ദ ഡോക്ടർ സെഡ്. ഡോക്ടർ പറഞ്ഞു മൈ വേസ്റ്റ്. അല്ലേ, എൻ്റെ ഒരു ബനിയനായിരുന്നു അത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു മങ്ങിയ ബനിയൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ദ ഡർട്ട് വൺ. ഒരു മങ്ങിയ ബനിയൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അല്ലേ, വളരെ വലിയ നിറമൊന്നുമില്ലാത്ത, മറ്റു കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വെസ്റ്റ് മാത്രം അവിടെ ബാക്കിയാക്കി. അതെനിക്കൊരു ഇൻസൾട്ടായിട്ടാണ് തോന്നിയത്. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻനെസ്. ദ റാസ്കൽ, അദ്ദേഹം പറയണേ, അദ്ദേഹത്തിന് ദേഷ്യത്തോട് പറയാണ്, ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അല്ലേ, അതൊന്ന് കഴുകിയിട്ട് അവൻ അതും ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അവനത് കൊണ്ടുപോയില്ല. അവനൊരു മോശത്തരം ചെയ്തതുപോലെ, ഒരു വൃത്തിയില്ലാത്ത രീതി ചെയ്തതുപോലെ എനിക്ക് തോന്നി. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? വേറൊരാൾ ചോദിക്കുകയാണ്, ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? അടുത്ത ദിവസം നിങ്ങൾ ചെന്നപ്പോൾ ആ പാമ്പിനെ നിങ്ങൾ കണ്ടോ? ദ ഡോക്ടർ ലാഫ്. അല്ലേ, ഡോക്ടർ ഒന്നിങ്ങനെ പൊട്ടിച്ചിരിച്ചു. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. ഇന്ന് വരെ ഞാൻ അതിനെ കണ്ടിട്ടില്ല. പക്ഷേ ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അല്ലേ, അതൊരു പാമ്പാണെന്ന് എനിക്ക് ഉറപ്പാണ്. എങ്ങനെ പാമ്പ്? അതിന് സ്വന്തം ബ്യൂട്ടി ആസ്വദിക്കുന്ന ഒരു പാമ്പാണ് എന്നെനിക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുകയാണ്, ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു കുറേ കാര്യങ്ങൾ പറയണമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ മിക്കവാറും നമ്മൾ ടൈം ടേബിൾ അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ചാൻസ് ഉണ്ട്. അതായത് ഗ്രാമറിൽ ചെറിയ ഭാഗങ്ങളൊക്കെ അങ്ങനെ തുടങ്ങി വെക്കാൻ ചാൻസ് ഉണ്ട് നല്ല തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ചാപ്റ്റർ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിലെ ഓരോ ഇവൻറ്റ്സുകളും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിൽ ഇനി ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യാനുണ്ട്. നമുക്കൊരു പ്രിൻ്റ് നോട്ട് തരും. അതിന് മുമ്പ് എന്ന് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ചില ഭാഗങ്ങൾ നമ്മൾ 2 ദിവസം കൊണ്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.